ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് വേറൊരു സംഗതി, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതി നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ, കുറേ കാലങ്ങളായിട്ട് നമ്മൾ ജൂൺ തൊട്ട് നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുന്നു, അതിൻ്റെ എക്സസൈസുകൾ ചെയ്യുന്നു, അതിൻ്റെ ഹോംവർക്കുകൾ ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് പരിപാടികളായിട്ട് വളരെയധികം ബിസിയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു സംഗതി എന്ന് പറയുന്നത് എക്സാമുകളായിരിക്കും. ഓരോ രീതിയിലുള്ള എക്സാമുകൾ, അത് ഓരോ മീഡിയത്തിനനുസരിച്ച് ഓരോ പേരുകളൊക്കെ ഉണ്ടെങ്കിലും എക്സാം എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു മാറ്ററാണ്. അപ്പോൾ നമുക്ക് ഇനി സംഗതി നോക്കേണ്ടത്, ഈ ഒരുപാട് പഠിച്ചു വെച്ച നമ്മുടെ ഒരുപാട് പോർഷൻസ്, ഒരുപാട് ലെസൺസ്, ഒരുപാട് പോയിന്റ്സ്, ഇതിനെല്ലാത്തിനെയും കൂടെ എങ്ങനെയാണ് ഒരു എക്സാം പേപ്പറിലേക്ക് ഒതുക്കി വെക്കേണ്ടത് എന്നൊരു കാര്യം. എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ റിവിഷൻ നടത്തുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച്, നോട്ട് ബുക്ക് വായിച്ച്, നമ്മളതിൻ്റെ ക്ലാസ്സുകളെല്ലാം കണ്ട് കേട്ട് ഒരുപാട് നമ്മളതിന് പ്രിപ്പറേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് വിവരമുണ്ട്. പക്ഷേ എക്സാമിൻ്റെ സമയത്ത് നമ്മളെ കൈവിട്ട് പോകുന്ന ഒരു സംഗതിയാണ് പലപ്പോഴും നമ്മൾ എഴുതി പിടിപ്പിക്കുമ്പോൾ വരുന്ന ചില ബുദ്ധിമുട്ടുകൾ, ചില പ്രയാസങ്ങൾ. അതാണ് ഇന്നത്തെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ സംഗതി നമ്മുടെ ആൻസർ പേപ്പറിൻ്റെ നീറ്റ്നെസ് ആണ്. നമ്മൾ പല മീഡിയത്തിൽ എക്സാം എഴുതുന്നവരായിരിക്കാം, ഇംഗ്ലീഷോ മലയാളമോ ഏതോ ആവട്ടെ, ഏതാണെങ്കിലും നമ്മൾ ആ ആൻസർ ഷീറ്റിന് ഒരു നീറ്റ്നെസ് വേണം. ഒരു ടീച്ചറുടെ കയ്യിൽ ആ ആൻസർ ഷീറ്റ് കണ്ടു കഴിഞ്ഞാൽ തിരക്കടില്ലല്ലോ, ഇതൊന്ന് നോക്കിക്കളയാം എന്ന് തോന്നണം. അല്ലാതെ കിട്ടിക്കഴിയുമ്പോൾ തന്നെ അയ്യേ ഇതങ്ങോട്ട് മാറ്റി വെക്കണം എന്ന് തോന്നരുത്. എന്ന് വെച്ചാൽ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ഒന്ന്, കറക്റ്റായിട്ട് അതിനൊരു മാർജിൻ ഉണ്ടായിരിക്കണം. നമ്മൾ ആൻസർ പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈൻഡ് പേപ്പേഴ്സാണ് നമ്മൾ വാങ്ങുന്നത് വെച്ചാൽ നോ പ്രോബ്ലം, അതിലെല്ലാം ഓക്കെ ആയിരിക്കും. അതിൽ മാർജിൻസ് ഉണ്ടാവും, നമുക്ക് ലൈൻ ബൈ ലൈനായിട്ട് എഴുതാനുള്ള സ്പേസും ഉണ്ടാവും. ഇത് നമ്മൾ A4 ഷീറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതാണ്. അതിൽ നമ്മൾ 1 സ്കെയിൽ മാർജിൻ എന്തായാലും ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കണം. പിന്നെ നമ്മുടെ എക്സാമിൻ്റെ അല്ലെങ്കിൽ ആ പേപ്പറിൻ്റെ ടോപ്പ് പൊസിഷനിൽ ഒരു 1 സ്കെയിൽ മാർജിനും കൂടെ നമ്മൾ ഫസ്റ്റ് പേജിൽ കൊടുക്കണം. മിനിമം 1 സ്കെയിൽ. കാരണം നമുക്ക് അവിടെ എഴുതേണ്ട സംഗതികൾ നെയിം വേണം, ക്ലാസ് വേണം, റോൾ നമ്പർ വേണം, സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് വേണം, നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് വേണം. ഇത് നിർബന്ധമായിട്ട് നമ്മൾ ആൻസർ പേപ്പറിൽ തുടക്കത്തിൽ ഏറ്റവും ടോപ്പിലായിട്ട് കാണേണ്ടതാണ്. ഇതെല്ലാം എഴുതേണ്ട സ്ഥലം എന്ന് പറയുന്നത് നെയിം, ക്ലാസ്, റോൾ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ പേപ്പറിൻ്റെ റൈറ്റ് കോർണറിലാണ്, റൈറ്റ് ടോപ്പ് കോർണറിലാണ്. സബ്ജക്റ്റ് സെൻറ്ററിലായിട്ട് എഴുതാം. ഡേറ്റ് എഴുതുന്നത് ഒരു സൈഡിൽ ലെഫ്റ്റിലെ കോർണറിലായിട്ട് ഡേറ്റ് എഴുതാം. അപ്പോൾ നമുക്ക് ആ ഒരു തുടക്കത്തിലുള്ള ഒരു സംഗതികൾ ഓക്കെ. പിന്നെ അതിൽ വേണ്ടത്, ഇനി നമ്മൾ ലൈൻഡ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ള 1 by 1 ആയിട്ട് അങ്ങനെ ആൻസർ എഴുതി പോവാം. ഇനി റൂൾഡ് പേപ്പർ അല്ല എങ്കിൽ ഒരു ആൻസർ എഴുതി കഴിഞ്ഞാൽ നല്ലത് അതിനൊരു അണ്ടർലൈൻ, മീൻസ് അതിനൊരു ബോക്സ് ആക്കി വെക്കുന്നതാണ്. അപ്പോൾ ഒരു ബോക്സിൽ ഒരു ആൻസർ, നെക്സ്റ്റ് ബോക്സിൽ നെക്സ്റ്റ് ആൻസർ എന്ന് എഴുതാം. ഇനി അതിനൊന്നും സമയം കിട്ടുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ആൻസർ എഴുതി കഴിഞ്ഞാൽ ഒത്തിരി സ്പേസ് വേണം, രണ്ടാമത്തെ ഒരാൾ വരുന്നുണ്ട് എന്ന് നമുക്ക് തോന്നണം. എല്ലാം കൂടെ ചുരുക്കി കൂട്ടിക്കാണ്ട് ഒരു പാരഗ്രാഫിലേക്ക് ഒരുക്കുന്നതിന് പകരം അതിനെ 1, 2, 3 എന്ന ഒരു ഓർഡറിൽ എഴുതി വെക്കുന്നത് നന്നായിരിക്കും. കാരണം നമുക്ക് ആൻസർ അറിയാം, അത് എഴുതുന്ന രീതിയിലാണ് പലപ്പോഴും നമ്മുടെ മാർക്ക് പോകുന്നത്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കൊല്ലമായിട്ട് നമ്മൾ ആൻസർ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടാണ്. ആൻസറുകൾ ശരിയായിരിക്കാം, പക്ഷെ ഇത് എഴുതിയത് എന്താണെന്ന് അറിയണമെങ്കിൽ ആ എഴുതുന്നതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇതില്ലായിരിക്കുമ്പോൾ മിക്കവാറും കുട്ടികളുടെ മാർക്ക് പോകാനുള്ള ഒരു കാരണം ആ എഴുത്ത് ലൈൻ ബൈ ലൈൻ ആയിട്ടല്ലാതെ എല്ലാം കൂടെ പരമാവധി ചുരുങ്ങിയ സ്ഥലത്ത് എല്ലാം ഒപ്പിച്ചെടുക്കണം എന്ന ഒരു വല്ലാത്ത ധൃതിയാണ്. അപ്പോൾ അതിൽ പോകുന്നത് നമുക്കറിയാവുന്ന നമ്മൾ എഴുതി കൂട്ടിയ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ മാർക്കുകളാണ്. അപ്പോൾ മാർജിൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലൈൻ ബൈ ലൈനായിട്ട് ആൻസറുകൾ എഴുതണം. അതിലെ ഒരു കാര്യം കൂടെ ചെയ്യാനുള്ളത്, ആൻസറുകൾ എഴുതാന്ന് പറയുമ്പോൾ നമ്മളേതായാലും എല്ലാം പഠിച്ചിട്ടുണ്ട്, ലെസൺസ് മുഴുവനും പഠിച്ചു, എത്രയോ പ്രാവശ്യം നമ്മൾ റിവൈസ് ചെയ്തു, ചില പോയിന്റ്സൊക്കെ നമ്മൾ പലവട്ടം എഴുതി പഠിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിൽ നോട്ട് ചെയ്യാതെ പോകുന്നൊരു സംഗതി 1 മാർക്കിനാണോ 2 മാർക്കിനാണോ 3 മാർക്കിനാണോ എന്നൊന്നും നമ്മൾ നോക്കാറില്ല. നമ്മളെല്ലാം പഠിച്ച് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ പഠിച്ച ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ വല്ലാത്തൊരു ആങ്സൈറ്റി അല്ല, ഒരു എക്സ്റ്റസിയാണ്, നമുക്ക് വല്ലാത്തൊരു ഹാപ്പിനെസ് ആണ്. ഇത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യമുള്ളൂ. അപ്പോൾ നമ്മളത് പരമാവധി നമ്മൾ പഠിച്ച മുഴുവൻ കാര്യങ്ങളും നമ്മളത് അവിടെ എഴുതി വെക്കും. ചിലപ്പോൾ അതൊരു 1 മാർക്കിനായിരിക്കും. 1 മാർക്കിനെന്ന് പറയുമ്പോൾ 1 വേർഡ് ടു 1 സെൻറ്റൻസ് എന്നാണ് അതിൻ്റെ ലെങ്ത് പറയുന്നത്.
അത്ര മതി. കാരണം എക്സാമിലൂടെ നമ്മളെ ചില കാര്യങ്ങൾ എക്സാം ബോർഡ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യണം, നമ്മൾ അസസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ ചുരുക്കി എഴുതാൻ അറിയൂ, ബ്രീഫ് ആക്കിയിട്ട് എഴുതാൻ അറിയൂ. ഇനിയിപ്പോൾ ആ പറഞ്ഞ സാധനം തന്നെ ഒരു കാര്യത്തെ നമുക്ക് ഒരു ലെങ്തി പാരഗ്രാഫിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയൂ. ഈ രണ്ട് കാര്യങ്ങളുമാണ് മെയിനായിട്ട് ഒരു എക്സാം പേപ്പറിലൂടെ നമ്മുടെ റൈറ്റിംഗ് സ്കില്ലിലൂടെ ഒരു എക്സാമിനേഷനിലൂടെ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയുന്ന മുഴുവൻ കാര്യങ്ങളും എഴുതുക എന്നതല്ല എക്സാം. 1 മാർക്കിനാണെങ്കിൽ 1 വേർഡ് ടു 1 സെൻറ്റൻസ്. അപ്പോൾ അങ്ങനെ എഴുതി വരുമ്പോൾ നമുക്ക് നമ്മുടെ സമയവും ലാഭിക്കാം, മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മിക്കവാറും ഒരു 10-12 മാർക്കിനുള്ള അല്ലെങ്കിൽ മാക്സിമം ഹയർ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ഒരു 21 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ നമുക്കത് മാക്സിമം ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കത് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനും പറ്റും. ഈ 1 മാർക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവും, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ടാവാം, പിന്നെ ഓപ്ഷൻ നിന്ന് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടാവാം. ഏതായാലും നമുക്ക് അതിലൊരു ആൻസറിലേക്കുള്ള ഒരു ക്ലൂ തന്നെ ആ ക്വസ്റ്റ്യനിൽ ഉണ്ടാവാനും വഴിയുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് അത് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പിന്നെ സാധാരണ നമ്മൾ പറയുന്ന ഒരു പ്രശ്നമാണ്, ഞാനൊക്കെ എഴുതിയിട്ടുണ്ട്, ഒരുപാട് എഴുതി, പക്ഷെ എനിക്ക് മാർക്കില്ല. മാർക്ക് കിട്ടിയപ്പോൾ അല്ലെങ്കിൽ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച അത്ര മാർക്കില്ല, ഇത്രയൊന്നല്ല ഞാൻ കരുതിയത് എന്നൊക്കെ നമുക്ക് പരാതികളും പ്രയാസങ്ങളും ഉണ്ട്. അതിനുള്ള ഒരു കാരണം കൂടെ ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കറിയാവുന്നത് മുഴുവൻ എഴുതാനല്ല എക്സാം, അതിനെ ഒരു ഭംഗിയാക്കിയിട്ട് എഴുതുമ്പോഴാണ് ആൻസർ പേപ്പർ എന്ന രീതിയിൽ നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും കിട്ടുന്ന ഒരു പേപ്പർ പീസ് അല്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെ പീസ് എന്നൊക്കെ രീതിയിലല്ലാതെ ഒരു ആൻസർ പേപ്പർ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണോ നമ്മളതിനെ ആൻസറാക്കി മാറ്റേണ്ടതെന്നാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈസിയോ, അതൊരു 1 or 2 സെൻറ്റൻസ് ആയിരിക്കും. പക്ഷെ അതിനെ നമ്മൾ ആൻസറിലേക്ക് മാറ്റി എഴുതുമ്പോൾ ചിലതിനെ 1 വേർഡിലേക്ക് ചുരുക്കണം, ചിലതിനെ 2, 3, 4 പാരഗ്രാഫിലേക്ക് മാറ്റണം. അത് നമ്മുടെ സ്കില്ലാണ്. ആ സ്കില്ലുണ്ടോ എന്നാണ് എക്സാം അല്ലെങ്കിൽ എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു സംഗതി ഉള്ളത്, എത്ര എഴുതിയിട്ട് മാർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകളുടെ ഒരു പരിഹാര മാർഗമാണ് എത്രയും എഴുതേണ്ട കാര്യമില്ല, ആവശ്യമുള്ളത് മാത്രം എഴുതിയാൽ മതി. അതുകൊണ്ട് സാധാരണ പരാതി പറയുന്ന ഒരു ഏരിയയാണ്. SSനൊക്കെ ഞാൻ ഒരുപാട് എഴുതി, എത്രയോ പേജുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ മാർക്ക് കിട്ടിയിട്ടില്ല. വലിയ വലിയ പാരഗ്രാഫുകളൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും മാർക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയും. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഒരുപാട് എഴുതുക എന്നതല്ല SSനാണെങ്കിലും ഏത് സബ്ജക്റ്റിനാണെങ്കിലും എക്സാം സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ എഴുതുന്നത് മുതലൊക്കെ ഓരോ പോയിന്റ്സ് ഉണ്ടായിരിക്കണം എന്നാണ്. നമ്മൾ പറയുമ്പോൾ ഒരു 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആകുമ്പോൾ മിനിമം ഒരു 4-5 പോയിന്റ്സ് വിത്ത് 1 or 2 സെൻറ്റൻസ് എക്സ്പ്ലനേഷൻ അതിലുണ്ടാവും. ഈ പറയുന്ന 4-5 പോയിന്റ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പാരഗ്രാഫ് ആക്കാനും പാടില്ല. അതാണ് വേറൊരു സംഗതി. നമ്മളൊരു 4 അല്ലെങ്കിൽ 5 മാർക്ക് എക്സാം എന്ന് പറയുമ്പോൾ അതിനൊരു ഹെഡിങ് അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ടറി സെൻറ്റൻസ് ഉണ്ടാവും, എന്താണോ നമ്മൾ എഴുതാൻ പോകുന്നത് സംഗതി. സപ്പോസ് അഗ്രികൾച്ചറിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ നാഷണലിസത്തെ കുറിച്ച് എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ സോയിൽ ടൈപ്പിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ, ഗ്ലോബിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ, എന്തിനെയോ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്താണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് അഗ്രികൾച്ചർ നമുക്കൊരു സെൻറ്റൻസിൽ എഴുതാം. വാട്ട് ഈസ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, വാട്ട് ഈസ് എ ഗ്ലോബ്, ഈ തുടങ്ങിയ ഏറ്റവും ചുരുങ്ങിയ രീതിയിലുള്ള അതിൻ്റെ ഒരു ബ്രീഫസ്റ്റ് സ്ട്രക്ചർ നമുക്ക് അവിടെ ഒരു ഇൻട്രൊഡക്ടറി വേർഡായിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ അതിന് താഴെ അതാണ് ഇമ്പോർട്ടൻ്റ്, അതിന് താഴെ പോയിന്റ് നമ്പർ 1. ഈ 1 എന്ന് പറയുന്നത് മാർജിൻ ഉള്ളിലാണ്, മാർജിന് പുറത്ത് നമുക്ക് ആകെ എഴുതാനുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പറുകൾ മാത്രമാണ്. പിന്നെ ആ സ്ഥലം എന്ന് പറയുന്നത് ടീച്ചേഴ്സിന് മാർക്ക് ഇടാനുള്ള സ്ഥലമാണ്. നമ്മൾ 1, 2, 3 എന്നോ സ്റ്റാറോ ABCDയോ ആരോ മാർക്കോ എന്ത് വേണമെങ്കിലും അത് നമ്മുടെ ആൻസർ പേപ്പർ, നമ്മൾ ആൻസർ എഴുതുന്ന ഭാഗത്താണ്, ക്വസ്റ്റ്യൻ എഴുതുന്ന ഭാഗത്തല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു 1 or 2 സെൻറ്റൻസ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ ദ ഫോളോയിങ് ആർ അല്ലെങ്കിൽ ദ ഫോളോയിങ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആർ കമ്മിങ് ഡൗൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതാൻ പോകുമ്പോൾ പോയിന്റ് 1 എന്നിട്ട് നമ്മൾ എന്താണോ എഴുതുന്നത് അതൊന്ന് അണ്ടർലൈൻ ചെയ്യും. എന്നിട്ട് ആ അണ്ടർലൈൻ ചെയ്തതിൻ്റെ താഴത്തെ വരിയിൽ നമ്മൾ ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് നമ്മൾ ആ പോയിന്റ് എഴുതിയതിനെ കുറിച്ച് 1-2 വരി എഴുതും. പിന്നെ പോയിന്റ് 2, പോയിന്റ് 3, പോയിന്റ് 4 എന്നിവ പറഞ്ഞ് 2-3 സെൻറ്റൻസിൻ്റെ ഓരോ സിമ്പിൾ പാരഗ്രാഫ് കൂടെ ആക്കി എഴുതി വരുമ്പോൾ നമുക്ക് ഒരിത്തിരി ലെങ്തായി. പിന്നെ നമ്മൾ അതിനെ കൺക്ലൂഡ് ചെയ്യണം. ഈ മുകളിൽ പറഞ്ഞ സംഗതികളൊക്കെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ, അല്ലെങ്കിൽ ദി എബോ മെൻഷൻഡ് പോയിന്റ്സ് ആർ ദി ആൻസർ ഓർ ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് റിലേറ്റഡ് ടു ദീസ് ക്വസ്റ്റ്യൻ എന്ന് എഴുതി കഴിഞ്ഞാൽ ആ കാര്യം ഓക്കെയാണ്. ഒരു തുടക്കമായി, കണ്ടന്റായി, കൺക്ലൂഷനുമായി. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നമ്മളെ ക്രോപ്പിംഗ് പാറ്റേൺ ആണെങ്കിൽ 3 ക്രോപ്പിംഗ് പാറ്റേൺസ് ആർ ദർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 1, 2, 3 എഴുതാം, നോ പ്രോബ്ലം. ഇനിയിപ്പോൾ പറഞ്ഞ പോലെ അഗ്രികൾച്ചറോ ക്ലൈമാറ്റിക് കണ്ടീഷനോ നാച്ചുറൽ റിസോഴ്സ് ഏത് ലെസണോ ആവട്ടെ, ഏത് പോയിന്റ് ആവട്ടെ, എല്ലാത്തിലും പോയിന്റ്സ് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. നമ്മൾ ആ പോയിന്റ്സിനെയാണ് 1, 2, 3 സെൻറ്റൻസിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
ഈ 1, 2, 3 സെന്റൻസിൽ നമ്മൾ ആ പോയിന്റിന് കണ്ടുപിടിക്കരുത്. അത് റിസ്കി മാറ്ററാണ്. അതിന് നമുക്ക് മാർക്ക് പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പോയിന്റിനെയാണ് നമ്മൾ 1, 2, 3 സെന്റൻസിലേക്ക് മാറ്റുന്നത്. ഇനി അങ്ങനെ എഴുതുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ഫെഡറലിസം എന്നൊക്കെ പറയുന്ന ലെസൺസ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ യൂണിഫിക്കേഷൻസ് ഓഫ് ഇറ്റലി, ജർമ്മനി തുടങ്ങിയ ലെസൺസ് പഠിക്കുകയാണെങ്കിൽ, റെവല്യൂഷൻസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തിയുടെ പേരിന് അണ്ടർലൈൻ ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇയർ ഉണ്ടെങ്കിൽ അതിനെ അണ്ടർലൈൻ ചെയ്യാം. ഏതെങ്കിലും ഒരു ന്യൂ ടേം ആ ലെസണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ആൻസറിൽ വരുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. അതിനെ മാത്രം ആ ഒരു ഫുൾ സെന്റൻസോ ഫുൾ പാരഗ്രാഫോ അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ, അതിന് ഇൻട്രൊഡക്ഷൻ, അതിൽ നമ്മൾ മാർജിനുള്ളിൽ 1 എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു, അണ്ടർലൈൻ ചെയ്യുന്നു, അതിനൊന്ന് 2 എഴുതുന്നു, പാരഗ്രാഫ് ആക്കിയിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോൾ നല്ല ഒരു സ്റ്റൈലിഷ് ആൻസറിൻ്റെ ലുക്കായി തീരും. അപ്പോൾ നമ്മൾ ഒരുപാട് എഴുതണ്ട, പക്ഷെ മാർക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതല്ല, അതിനെ എങ്ങനെ നമ്മൾക്ക് ആർട്ടിസ്റ്റിക്കലായിട്ട് ആൻസർ പേപ്പറിലേക്ക് കാണിക്കാമെന്ന് നമ്മൾ നോക്കണം. ഇനി SS-ന്റെ കാര്യത്തിൽ ഒന്നുകൂടെ ഉള്ളത്, നമുക്ക് ചിലപ്പോൾ ഡ്രോയിങ്സ് വരും. ചിലപ്പോൾ നമുക്കൊരു ഗ്ലോബിനെ ഡ്രോ ചെയ്യാനുണ്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഏരിയാസിനെ നമുക്ക് പ്രത്യേകിച്ച് കാണിക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഒരു മാപ്പ് ഓഫ് ഇന്ത്യ തന്നിട്ട് ചില ഭാഗങ്ങൾ നമുക്ക് ഒന്നുകിൽ ഷെയ്ഡ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ടാവും. അതൊക്കെ നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് ടൈമിൽ, അല്ലെങ്കിൽ വളരെ ഷോർട്ട് ടൈമിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വകുപ്പാണ് നമ്മുടെ SS-ലൊക്കെ നമുക്ക് അങ്ങനെ കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു ഡ്രോയിങ് ആണെങ്കിൽ, നമ്മൾ ഒരു ഗ്ലോബിനെ ഡ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു പെൻസിൽ കൊണ്ട് നമ്മളൊരു റൗണ്ട് ഫിഗർ വരക്കണം. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ലാറ്റിറ്റ്യൂഡ്സോ ലോഞ്ചിറ്റ്യൂഡ്സോ ഒക്കെ വരക്കുന്നു. അതിന് നമ്മൾ ആ വരച്ചിട്ട് മാത്രം പോരാ, ആ വരക്കുന്ന ലോഞ്ചിറ്റ്യൂഡിനൊക്കെ ഓരോ പേരുണ്ട്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണോ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണോ, ഇക്വേറ്റർ ആണോ തുടങ്ങിയ എല്ലാ പേരുകളും നമ്മൾ അതിൽ എഴുതണം. എല്ലാ പേരുകളും എഴുതണം എന്നല്ല, ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ അതിൽ കാണണം. ഇനി ചിലപ്പം ഹീറ്റ് സോൺസ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് വരയ്ക്കാനുള്ളതെന്ന് വെച്ചാൽ, ഏതൊക്കെ ലാറ്റിറ്റ്യൂഡുകൾക്കിടയിലാണ് ഓരോ ഹീറ്റ് സോണും എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അവിടെ ഒന്ന് കളർ ചെയ്യാം. മീൻസ് പെൻസിൽ കൊണ്ട് നമുക്ക് അതിനൊന്ന് ഷെയ്ഡ് ചെയ്യാം. ഓരോ വെറൈറ്റി ഷെയ്ഡിങ്സ് ഒക്കെ നമുക്ക് കൊടുക്കാം. വേണമെങ്കിൽ കള്ളിയും കോടങ്ങൾ വരക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സ്ലാഷുകൾ പോലെ വരക്കാം. ഏതായാലും അതിനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നത് നന്നായിട്ടിരിക്കും. അപ്പോൾ നമ്മളെ മാർക്ക് അതിൽ നമുക്ക് പോകില്ല. ഏതാണോ ചെയ്യാൻ പറഞ്ഞതെന്നുള്ളത് നോട്ട് ചെയ്യണം. ഇനി മാപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇതുപോലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും മാപ്പ് എന്ന് പറയുന്നത്. ഹയർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ 35 36 37 ഒക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ. അതിൽ തന്നെ ചിലപ്പോൾ 2 പോർഷൻ ഉണ്ടാവും. 35A എന്ന് പറഞ്ഞിട്ട് 2 3 മീൻസ് ലൊക്കേഷൻ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ് 2 പാർട്സ് ആണ്. ലൊക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ലൊക്കേറ്റ് ഹൈദരാബാദ് ഒന്നും ചെയ്യണ്ട. ഹൈദരാബാദ് എവിടെയാണോ അത് നമ്മൾ ആ മാപ്പിൽ നമ്മൾ 35A 35B എന്നൊന്നും അവിടെ എഴുതണ്ട. 35 നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ആ മാപ്പിൻ്റെ ഷീറ്റിൻ്റെ മുകളിൽ എഴുതും. അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള മാപ്പിലാണെങ്കിൽ നമ്മൾ A എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണോ ഹൈദരാബാദ് എന്ന് വെച്ചാൽ നമ്മളിവിടെ A എന്ന് എഴുതും, അവിടെ നമ്മൾ ഹൈദരാബാദ് എന്ന് തന്നെ എഴുതിക്കും. അല്ലാതെ വെറും A എന്ന് എഴുതിയിട്ടെഴുതും. വെറും BC എന്നുള്ള ആ ഒരു അബ്രിവേഷൻസ് അല്ല, A ഹൈദരാബാദ് എന്നങ്ങോട്ട് എഴുതിയിടുമ്പോൾ അത് വാല്യുവേറ്റ് ചെയ്യുന്ന ആൾക്ക് വളരെ ക്ലിയർ ആണ്. പിന്നെ നമ്മൾ എവിടെയും തപ്പിപ്പോകേണ്ട കാര്യമില്ല. അവിടെ നമ്മൾ കാണുന്ന ഒരു പ്രയാസമാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്, എയും ബിയും സിയും ഡിയും ഒക്കെ ആൻസർ പേപ്പറിൻ്റെ താഴത്തെ എവിടെയെങ്കിലും, അല്ലെങ്കിൽ ആ മാപ്പിൻ്റെ ഷീറ്റിൻ്റെ ഒരു മൂലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ A ഹൈദരാബാദ്, B ഡൽഹി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ കൊണ്ടുപോയി. അത് ഈ മാപ്പിൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മാപ്പ് റീഡിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആ ഒരു സ്കില്ലാണ് നമ്മളവിടെ കാണേണ്ടത്. മീൻസ് ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടിട്ടാണെങ്കിൽ ഉറപ്പിച്ചു ആ സംഭവത്തിനെ കുറിച്ച് ഒരു ധാരണയില്ല എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിനെ കുറിച്ചാണ് ചോദിക്കണമെന്ന് വെച്ചാൽ നമ്മളത് സൗത്ത് ഇന്ത്യയിൽ കൊടുത്തിട്ടാണെങ്കിലും കാര്യം തീരുമാനമായി. ഈ ഇന്ത്യക്കുള്ളിലുള്ള സ്ഥലങ്ങൾ എവിടെയാണെന്ന് നമുക്ക് പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നോർത്തിലാണോ സൗത്തിലാണോ ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ എന്നുള്ള ആ ഡയറക്ഷൻ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കണം. ഈ സ്റ്റേറ്റുകളെല്ലാം ഓരോന്ന് എവിടെയാണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. സ്റ്റേറ്റിനുള്ളിൽ തന്നെ ഇതുപോലെ മൈസൂരാണോ ഹൈദരാബാദാണോ അഹമ്മദാബാദാണോ ചോദിക്കുക എന്ന് വെച്ചാൽ ആ സ്ഥലങ്ങളും എവിടെയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അതാണ് മാപ്പ് സ്കില്ല്. മാപ്പ് റീഡിങ് സ്കിൽ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കി വെക്കാവുന്ന ഒരു സംഗതി. ഇനി അതിൽ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന പോർഷൻ ആണെങ്കിൽ ഇന്ന സ്ഥലം എന്നതിൽ കൊടുത്തിട്ടുണ്ടാവില്ല. അതിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, നമ്മളത് മനസ്സിലാക്കിയെടുക്കണം ആ ക്വസ്റ്റ്യനിൽ. അതിനുള്ള ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും, ചിലപ്പോൾ ദ പ്ലേസ് വെയർ ദി 1857 റിവോൾട്ട് സ്റ്റാർട്ടഡ്. അതിലൊന്നും പറഞ്ഞിട്ടില്ല, സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയാം അത് മീററ്റാണ് എന്ന് നമുക്കറിയാം. ഉത്തർപ്രദേശിൽ ഡൽഹിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് എന്ന് നമുക്കറിയാം.
അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഒരു ഡോട്ട് അങ്ങ് ഇടും, അല്ലെങ്കിൽ അവിടെ എ എന്ന് എഴുതി വെക്കും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുള്ള ആ ലെറ്റർ ഏതാണോ നമ്മൾ അത് എഴുതി വെക്കും. അത് മാത്രം പോരാ. ഇനി നമ്മൾ വേറൊരു രീതിയിലേക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ ദ പ്ലേസ് വേർ ദി 1857 റിവോൾട്ട് സ്റ്റാർട്ടഡ് എന്ന് നമ്മൾ എഴുതി വെക്കും. അതും അല്ല ആൻസർ പേപ്പറിൽ വേണ്ടത്. ആ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചിട്ട് ഏതാണോ നമ്മൾ ചെയ്യേണ്ട സ്ഥലത്തിൻ്റെ പേര് അതാണ് മാപ്പിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന ദ പ്ലേസ് വേർ 1857 റിവോൾട്ട് സ്റ്റാർട്ടഡ് എന്ന് പറയുമ്പോൾ അത്രയും എഴുതാതെ ഏതാണോ നമ്മളെ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യാണോ ബി ആണോ സി ആണോ നോക്കിയിട്ട് അത് മാത്രം എഴുതുക. അതിൻ്റെ അടുത്ത് മീററ്റ് എന്ന് എഴുതി വെക്കുക. ഇനി വേറെ ഒന്നുള്ളത്, ചിലപ്പം ദ പ്ലേസ് വേർ ദി സാൾട്ട് ലോ വാസ് ബ്രോക്കൺ ബൈ ഗാന്ധി എന്നാണെങ്കിൽ തുടങ്ങിയ സ്ഥലമല്ല, ബ്രോക്കൺ ബൈ ഗാന്ധി, ഇറ്റ് ഈസ് അറ്റ് ദാണ്ഡി. നമ്മളപ്പോൾ ആ സ്ഥലം കൊണ്ടുപോയി ആ സ്ഥലത്തിൻ്റെ പേര് ആണ് അവിടെ എഴുതിക്കുന്നത്, ദാണ്ഡി എന്നാണ് നമ്മൾ ആ സ്ഥലത്തിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി വേറെ ഒന്നുള്ളത് ഫസ്റ്റ് സത്യാഗ്രഹ സ്റ്റാർട്ടഡ് അറ്റ് എന്നാണെങ്കിൽ ഈ ഫസ്റ്റ് സത്യാഗ്രഹ സ്റ്റാർട്ടഡ് അറ്റ് എന്നല്ല ബീഹാറിൽ കൊണ്ടുപോയിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതി വെക്കേണ്ട സ്ഥലത്തിൻ്റെ പേര് ചമ്പാരൻ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ആൻസർ പേപ്പറിൽ എസ്പെഷ്യലി മാപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി ചിലപ്പം ഷെയ്ഡ് ചെയ്തിട്ടുണ്ടാവും ചില ഏരിയകൾ മാപ്പിൽ. അത് മിക്കവാറും സോയിൽ ടൈപ്പ് കാണിക്കാനോ അല്ലെങ്കിൽ ഏറ്റവും ഹൈ റെയിൻഫാൾ ഉള്ള ഏരിയ കാണിക്കാനോ, ഇനി അതുമല്ല എന്ന് വെച്ചാൽ ചിലപ്പം ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രോപ്പ് പിന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലം കാണിക്കാനോ ഒക്കെ ആണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ആ ഷെയ്ഡ് ചെയ്ത സ്ഥലത്ത് ഏത് ക്രോപ്പാണോ എങ്കിൽ അതാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് അങ്ങനെയും ചെയ്തു വെക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ അപ്പടി പകർത്തി വെക്കരുത്. അതിലൂടെ നമ്മൾ എന്താണോ ആ മാപ്പിനുള്ളിൽ കാണിക്കേണ്ടത് അതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ മാപ്പിനുള്ളിൽ നമ്മൾ കാണുന്നത് സ്ഥലങ്ങളാണ്. കേരള ആയിക്കോട്ടെ, പഞ്ചാബ് ആയിക്കോട്ടെ, ഹരിയാന ആയിക്കോട്ടെ, ഉത്തർപ്രദേശ് ആയിക്കോട്ടെ, നാഗപ്പൂർ ആയിക്കോട്ടെ, നാഗാലാൻഡോ നാഗ്പൂർ ഏതോ ആയിക്കോട്ടെ, അതിനുള്ളിലെല്ലാം സ്ഥലത്തിൻ്റെ പേരുകളാണ് എഴുതേണ്ടത്. അപ്പം മാപ്പിൻ്റെ ഉള്ളിൽ സ്ഥലത്തിൻ്റെ പേരുകൾ എഴുതണം. ക്വസ്റ്റ്യൻ എന്താണോ അതിനനുസരിച്ച്. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ പഠിക്കുന്നത് എത്ര എന്നല്ല, പഠിച്ചതിനെ എത്രയാക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നീട്ടി എഴുതണോ ചുരുക്കി എഴുതണോ, ഈ രണ്ട് സ്കില്ലും നമുക്കതിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് എങ്ങോട്ടും പോകില്ല. നമ്മൾ എത്രയാണോ ഉദ്ദേശിച്ചത് അത്രയും തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ട് നമുക്കറിയുന്നത് മുഴുവനും എഴുതി പിടിപ്പിക്കരുത്. ചിലപ്പോൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഏതെങ്കിലും 1-2 കാര്യങ്ങളൊക്കെ അവർക്ക് അറിയേണ്ടുള്ളൂ, അതുമാത്രം പറഞ്ഞു കൊടുത്താൽ മതി. എനിക്കിതെല്ലാം അറിയാമെന്ന് വിചാരിച്ചിട്ട് അത് മുഴുവൻ എഴുതിയിട്ട് നമ്മൾ നേരം കളയരുത്, നമ്മുടെ മാർക്ക് കളയരുത്, നമ്മൾ അവസാനം സങ്കടപ്പെടുകയും ചെയ്യരുത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിലായിട്ട് കൂടുതൽ ടെക്നിക്കൊന്നും വേണ്ട. പിന്നെ 3 മാർക്കാണെങ്കിലും 5 മാർക്കാണെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ പോയിന്റ്സ് ഉണ്ടാവും. 3 മാർക്കാണെങ്കിൽ ചിലപ്പോൾ 3 പോയിന്റ്സ് മതിയാവും, അല്ലെങ്കിൽ നമ്മുടെ ലെസൻ്റെ അല്ലെങ്കിൽ ആ ടോപ്പിക്കിനനുസരിച്ച് 6 പോയിന്റ്സ് ആയിരിക്കും ചിലപ്പോൾ എഴുതേണ്ടി വരിക. അപ്പോൾ 6 പോയിന്റ്സ് എഴുതുകയാണെങ്കിൽ അതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് 1 2 3 4 എന്ന് താഴെ തന്നെ എഴുതിയിട്ട് അതിനൊക്കെ 1-2 ലൈന് എക്സ്പ്ലനേഷനും കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആവും. ഇനി അതിൽ വരുന്ന വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണത്തിന് അല്ലെങ്കിൽ കമ്പയർ ബിറ്റ്വീൻ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ വളരെ ചെറിയ രീതിയിൽ നമുക്ക് അതിനെ ആൻസർ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. ഒന്നുകിൽ ഏതാണോ ആ സംഗതികൾ 2 പാരഗ്രാഫിലേക്ക് മാറ്റിയിടുക. എന്ന് വെച്ചാൽ ഇപ്പം ഹോൾഡിംഗ് ടുഗദർ ഫെഡറലിസം അല്ലെങ്കിൽ കമ്മിങ് ടുഗദർ ഫെഡറലിസം, ഈ രണ്ടെണ്ണത്തിനെ കമ്പയർ ചെയ്യാനാണെങ്കിലും അതിൻ്റെ ഡിഫറൻസ് എഴുതാൻ പറയുകയാണെങ്കിലും ഒന്നുകിൽ നമുക്കൊരു ബോക്സ് എഴുതിയിട്ട് ഒന്നുകിൽ ഹോൾഡിംഗ് ടുഗദർ എന്ത്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്ത്, അപ്പുറത്തേൽ പിന്നെ കമ്മിങ് ടുഗദർ എന്ത്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്ത്, എക്സാമ്പിൾ നമുക്ക് എഴുതി കൊടുക്കും. അതാണ് അതിൻ്റെ ഏറ്റവും ഈസിയായ ഒരു മെത്തേഡ്. അതാണ് നമ്മൾ സാധാരണ ആൻസർ പേപ്പർ കൂടെ മിക്കവാറും നമ്മൾ കാണാറുള്ളത്. അതാണ് ഏറ്റവും സേഫായ ഈസിയായ കുറച്ചെഴുതി കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി. ഇനി അത് പറ്റുന്നില്ല എങ്കിൽ വേറെ ഒന്നുള്ളത് ഹോൾഡിംഗ് ടുഗദർ എന്ന ഹെഡിങ് എഴുതിയിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് 1 by 1 ആയിട്ട് എഴുതാം. അത് സേഫായി. പിന്നെ താഴെ കമ്മിങ് ടുഗദർ എന്ന ഹെഡിങ് എഴുതാം, അതിനെക്കുറിച്ച് താഴെ എഴുതുക. അപ്പോൾ 2 പാരഗ്രാഫായിട്ട് നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാം കൂടെ ഒന്നിച്ച് ജോയിൻ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നോ രക്ഷ, മാർക്കയിൽ പോയി കൂടി ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള മാർക്കുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ സിമ്പിളായ സംഗതികളൊക്കെ ഓർത്തിരിക്കണം. മാപ്പിനെ കുറിച്ചൊരു കാര്യം കൂടെ ചെയ്യാനുള്ളത്, ആ സാധനം അല്ലെങ്കിൽ ആ പേപ്പറിന് ഒരിക്കലും ആൻസർ ഷീറ്റിൻ്റെ ഏറ്റവും ബാക്കിൽ നമ്മളെല്ലാ അഡീഷണൽ ഷീറ്റും വെച്ചതിൻ്റെ താഴെ നമ്മൾ കെട്ടി തൂക്കിയിടരുത്. അതിന് ചെയ്യേണ്ടത് നമ്മളെ മെയിൻ ഷീറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് പേജ് നമ്മൾ ആൻസർ 1 2 എന്നൊക്കെ എഴുതി തുടങ്ങിയില്ലേ, അതിന് നേരെ തൊട്ട് ബാക്കിലായിട്ട് നമ്മൾ അതിനെ പഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റാപ്പിൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആ ടാഗ് ചെയ്യണം.
കാരണം അത് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതാണ് അയാൾക്ക് സേഫ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയി വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ സ്കോർ ചെയ്യാൻ പോണ മാർക്കാണ്. മൂപ്പർ എങ്ങാനും ബാക്കിലായി പോയി, എങ്ങാനും നമ്മുടെ കെട്ട് അഴിഞ്ഞു പോയി, അല്ലെങ്കിൽ സ്റ്റാപ്പിൾ ചെയ്ത പേപ്പർ ഒന്ന് പോയി കഴിയുകയൊക്കെ ചെയ്താൽ ആ മാർക്ക് അതോടുകൂടി പോയി. പിന്നെ നമുക്ക് യാതൊരു രക്ഷയില്ല. അപ്പോൾ മാപ്പ് മസ്റ്റ് ബി ഇൻസൈഡ് അവർ ആൻസർ പേപ്പർ. അത് നമ്മുടെ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും, പക്ഷെ നമുക്കതൊന്നും വായിക്കാൻ നേരില്ല. കാരണം നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, അത് മുഴുവനും നമുക്ക് എഴുതി തീർക്കണം ഈ സമയത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ എല്ലാം കൂടെ എഴുതി തീർത്തിട്ട് ഒറ്റയടിക്ക് നീറ്റ് പോകലല്ല എക്സാം. അറിയുന്ന സംഗതിയെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ച രീതിയിൽ വളരെ ഈസി ആയിട്ട് വളരെ വൃത്തിയായിട്ട് ചെയ്യേണ്ട രീതിയിൽ ഗ്യാപ്പുകളൊക്കെ ഇട്ട് ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് ആൻസർ പേപ്പർ എഴുതിയിട്ടാൽ ഇതേ കിടക്കണം നമ്മുടെ മാർക്ക് നമ്മുടെ കയ്യിൽ. എത്രയാണോ നമ്മൾ സ്കോർ ചെയ്യാൻ ആഗ്രഹിച്ച് അത്ര തന്നെ നമുക്ക് അതിൽ സ്കോർ ചെയ്യാനും പറ്റും. ഒരു പ്രശ്നവും ഇല്ലാതെ കൂളായിട്ട് എക്സാം എഴുതാം, കൂളായിട്ട് ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ആൻസർ പേപ്പർ വാങ്ങി വീട്ടിൽ പോവുകയും ചെയ്യും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.